താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ തൃശ്ശൂർക്കാർ മൊത്തം ആ ഒരു ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ആവേശം കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ ഈ ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു സെലിബ്രിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാലത്ത് നമ്മൾ അങ്ങനെ കണ്ടിരുന്നു. അദ്ദേഹം വളരെയധികം ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കൂടെ പോയപ്പോൾ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പഠിച്ചു. ആ ശൈലി പഠിച്ചതിന് ശേഷം പിന്നെ ആ ശൈലിയിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റി. അപ്പോൾ അത് വലിയൊരു കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി, അദ്ദേഹത്തിൻ്റെ പങ്ക്ച്വാലിറ്റി എല്ലാം നല്ല നല്ല കുറേ ക്വാളിറ്റീസ് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് പകർത്താൻ പറ്റി. വലിയൊരു കാര്യമാണത്. അങ്ങനെ കുറേ കാലം അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുകയും അതിൽ വിജയം കൈവരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് എന്നൊക്കെ പറയാമല്ലോ അല്ലേ. ചരിത്ര നിയോഗമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മുടെ തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഭാരതം മൊത്തം ആ ഒരു വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ വിക്ടറി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാവാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ BJPയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് സാധിച്ചു നമുക്ക് തൃശ്ശൂരിലൂടെ.